പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം സിപിഎമ്മിന് പണം ഉണ്ടാക്കാനുള്ള വൻ അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഭരണം അവസാനിക്കാൻ പോകുന്നതിന് മുന്നോടിയായുള്ള കടുംവെട്ടാണിത്. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഈ കമ്പനിക്ക് 5 കോടി ലിറ്റർ വെള്ളം വേണ്ടിവരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കാനാകില്ല. എക്സൈസ് വകുപ്പ് സിപിഎമ്മിന് കറവപ്പശുവാണ്. ഒയാസിസ് എന്ന കമ്പനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനിയാണ്. ഡൽഹി അഴിമതി കേസിൽ ഉൾപ്പെട്ട ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. ടെൻഡർ വിളിക്കാതെ ഒരു അപേക്ഷ എഴുതി വാങ്ങി മന്ത്രിസഭ അനുമതി കൊടുക്കുകയാണുണ്ടായത്. മഴനിഴൽ പ്രദേശമാണ്. ഒരു കാരണവശാലും ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഈ കമ്പനിക്ക് 5 കോടി ലിറ്റർ ഒരു വർഷം വേണ്ടി വരുന്നത്. അപ്പോൾ MP രാജേഷ് പറയുന്നത് വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ചത്. വാട്ടർ അതോറിറ്റി അതാണ് പ്രശ്നം. ഭൂഗർഭജലം ഉപയോഗിച്ച് ഇവിടെ മദ്യനിർമ്മാണം നടത്താനുള്ള നടപടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതാണ് പ്രശ്നം. അതിനെ എന്ത് ശക്തിയായി തന്നെ ഇതിനകത്ത് മന്ത്രി തന്റെ നിലപാട് വ്യക്തമാണ്. ഇതാരാണ് ഇതിന്റെ പുറകില്? മുഖ്യമന്ത്രി നേരിട്ടാണോ അതെങ്ങനെയാണ്? അല്ല, ഇത് മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ഇടപാടാണ്. LDF പോലും അറിയാതെ നടന്ന ഈ ഇടപാട് രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത ഏകാധിപത്യ രീതിയിലാണ് നടപ്പാക്കിയത്. അതുകൊണ്ടുതന്നെ മന്ത്രി MP രാജേഷിന് ഇത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഇനി ബ്രൂവറി വേണ്ടെന്ന് 1999 തീരുമാനമുണ്ട്. ഇത് നിലനിൽക്കെയാണ് ആരും അറിയാതെ പുതിയ തീരുമാനം. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഇതിനെ നേരിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതെല്ലാം വളരെ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ ആവശ്യമില്ലാത്തൊരു പദ്ധതി ഒരു കുത്തക പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്ത് അതുവഴി ഒരു വലിയ അഴിമതി നടത്താനുള്ള പരിപാടിയാണ് ഗവൺമെന്റ്. അതാരും പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. ഇതൊരു കടുംവെട്ടാണ്. ഇനി ഭരണം തീരാൻ അതേ സമയം ഇല്ലാത്തത് കൊണ്ട് കടുംവെട്ട് വെട്ടുന്ന നടപടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് തന്നെ